സകല സൃഷ്ടിയുടെയും ആദിമൂലമായ ശക്തി, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദിവ്യമാതാവ്, ഭക്തർ ലോകമാതാവായി ആരാധിക്കുന്ന പരമശക്തി, അവൾ തന്നെയാണ് ആദിപരാശക്തിയമ്മ. സനാതനധർമ്മത്തിൽ സർവ്വദേവതകളുടെയും ശക്തിയുടെ ആധാരമായി വിശ്വസിക്കപ്പെടുന്ന ദിവ്യശക്തിയാണ് ആ ആദിപരാശക്തി. ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരന് പോലും ശക്തി നൽകുന്ന പരമദേവിയായാണ് അമ്മയെ പുരാണങ്ങൾ വിവരിക്കുന്നത്. സനാതനധർമ്മത്തിലെ പ്രധാന ശാസ്ത്രഗ്രന്ഥങ്ങളായ ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ലളിത സഹസ്രനാമം എന്നിവയിൽ ആദിപരാശക്തിയുടെ മഹത്വം വിശദമായി പ്രതിപാദിക്കുന്നു. സൃഷ്ടിയുടെ ആദിയിലുണ്ടായിരുന്ന ശക്തിയാണ് ആദിപരാശക്തി. സൃഷ്ടിക്കായി ബ്രഹ്മാവിനെയും സംരക്ഷണത്തിനായി വിഷ്ണുവിനെയും സംഹാരത്തിനായി ശിവനെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ് അമ്മ. ദുർഗ, കാളി, ഭദ്രകാളി, ലളിത, ത്രിപുരസുന്ദരി ഇവയെല്ലാം ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങളായി ഭക്തർ വിശ്വസിക്കുന്നു. അത്തരത്തിൽ കേരളത്തിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് മുളമുക്ക് കോഴിയോട് ശ്രീ ആദിപരാശക്തിയമ്മ ക്ഷേത്രം. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം ബസ്സിൽ കയറി 10-ാം കല്ല് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വലത്തോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ആഴ്ചയിൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലും മലയാള മാസം 1-ാം തീയതിയും എല്ലാ ആയില്യനാളിലും ക്ഷേത്രനട തുറക്കുന്നു. ശ്രീ ആദിപരാശക്തിയമ്മ ക്ഷേത്രം ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രഭരണം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നഗരപരിധിയോട് ചേർന്ന മുളമുക്ക് കോഴിയോട് പ്രദേശത്തെ ഗ്രാമദേവതാ സങ്കല്പത്തിന്റെ പ്രതീകമാണ് ശ്രീ ആദിപരാശക്തിയമ്മ. തലമുറകളായി പ്രദേശവാസികൾ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന വിശ്വാസങ്ങളും കഥകളും ചേർന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. പഴയ കാലത്ത് ഈ പ്രദേശം കാടും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. രാത്രികാലങ്ങളിൽ അജ്ഞാതഭീതിയും രോഗവ്യാപനവും കന്നുകാലി നഷ്ടങ്ങളും പതിവായിരുന്നുവെന്നാണ് നാട്ടുപറച്ചിൽ. അത്തരം ദുരിതകാലത്ത് പ്രദേശത്തെ ഒരു കാരണവരുടെ സ്വപ്നത്തിൽ ഉഗ്രതയും കരുണയും നിറഞ്ഞ ഒരു ദേവീ സ്വരൂപം ദർശനം നൽകി. ഈ ദേശം എൻ്റെ ആലയമാണ്, ഇവിടെ എന്നെ കുടിയിരുത്തിയാൽ ഈ മണ്ണിനെ ഞാൻ കാക്കും എന്ന ദിവ്യവാണി കേട്ടതായാണ് ഐതിഹ്യം.
ചിത്രത്തിൽ കണ്ട സ്ഥലത്ത് നാട്ടുകാർ എത്തിയപ്പോൾ വലിയ ഒരു ആലും അതിനോട് ചേർന്ന് ഒരു കല്ലും അസാധാരണമായ ദീപപ്രകാശവും കണ്ടുവെന്നാണ് വിശ്വാസം. അങ്ങനെ ആ കല്ലിനെ ആദ്യം കാവായി പൂജിച്ചു. പിന്നീട് അതാണ് ആദിപരാശക്തി അമ്മയായി ആരാധിക്കപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ താന്ത്രിക വിധിപ്രകാരമല്ല ഇവിടെ പൂജകൾ നടക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളെക്കാൾ വ്യത്യസ്തമായ ആരാധനാ രീതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ ഈ അമ്പലത്തിലെ താന്ത്രിക വിധിപ്രകാരമല്ല പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ അമ്പലത്തിലെ മുതുമുത്തച്ഛന്മാർ കണ്ട് അവരെ സ്വപ്നത്തിൽ ദർശനം കിട്ടിയതാണ് ഇവിടെ ഒരു അമ്പലം പണിയണമെന്നും. അവർ അന്ന് അവരൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ ഒരു കൽവിളക്ക് വെച്ച് പൂജിച്ച് പോയതാണ്. പിന്നെ നമ്മുടെ പിന്നീടുള്ള വരും തലമുറയാണ് ഇവിടെ ചെറിയൊരു അമ്പലം പണിഞ്ഞതും പിന്നീട് അത് വലിയ അമ്പലങ്ങളായി മാറി. കുടിമരം വെച്ചതൊന്നും താന്ത്രിക വിധി പ്രകാരമല്ല ഈ അമ്പലത്തിലെ പൂജകൾ നടക്കുന്നത്. ഇവിടെ മൂത്തമ്മയും ഇളയമ്മയുമാണ് അമ്പലത്തിലുള്ളത്. മൂത്തമ്മ ആദിപരാശക്തി അമ്മയും ഈ മൂത്തമ്മയുടെ പേരിലാണ് ഈ അമ്പലം അറിയപ്പെടുന്നത്. ഇളയമ്മ എന്ന് പറയുന്നത് കള്ളിയങ്കാട്ട് നീലിയമ്മയാണ്. ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മഞ്ഞനീരാട്ടും പൊങ്കാല വിളയാടലുമാണ്. ഈ അമ്പലത്തിൽ എത്ര കൊടിയ ബാധകളും ഇവിടെ വന്ന് ഭസ്മം ഇട്ടാൽ തന്നെ അതൊക്കെ ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ പിള്ളേരില്ലാത്തവർ, വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അനുഗ്രഹിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അനേകായിരം പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ ഇത്ര ഒഴിയാത്ത ബാധകൾ ഇവിടെ വന്നാൽ ഒഴിയുന്നുണ്ട്. പിന്നെ പല പല ആളുകളുടെ അസുഖങ്ങൾ മാറുന്നുണ്ട്. എന്ത് കാര്യം വന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ അനുഗ്രഹം നൽകും. നമ്മുടെ അമ്പലത്തിൽ 10 പ്രതിഷ്ഠയുണ്ട്. ഭദ്രകാളി അമ്മയുണ്ട്, ഇശക്കി അമ്മയുണ്ട്, അതുപോലെ തന്നെ ശ്രുതിസായിയുണ്ട്, നാഗരുണ്ട്. ശ്രുതിസായി അമ്പലം വരേണ്ട കാരണമെന്ന് വെച്ചാൽ നമുക്കൊരു അനുഗ്രഹം വന്നതാണ്. ഇതേപോലെ ശ്രുതിസായി അവിടെ ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അമ്പലം പണിയണമെന്ന് ഇവിടുത്തെ യോഗീശ്വരൻ പറഞ്ഞനുസരിച്ചാണ് ശ്രുതിസായിയുടെ അമ്പലം പണിഞ്ഞത്. പ്രശ്നവിധി പ്രകാരം നമ്മൾ താന്ത്രികമായിട്ടോ മറ്റേ ജ്യോത്സ്യമോ നമ്മളങ്ങനെ നോക്കാറില്ല. ഇവിടെ നമ്മൾ അമ്പലത്തിലെ അനുഗ്രഹം യോഗീശ്വരൻ അനുഗ്രഹിച്ച് പറയും, അല്ല അമ്മ അനുഗ്രഹിച്ച് പറയും ഇന്നത് വേണം. അമ്മ അനുഗ്രഹിച്ച് പറയുന്ന അനുസരിച്ചാണ് അമ്പലങ്ങളുടെ പണികളും അളവുകളും എല്ലാം അത് കറക്റ്റ് അമ്മ പറഞ്ഞനുസരിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ അമ്പലം പ്രതിഷ്ഠിച്ചത് അമ്മയുടെ ഭക്തരാണ്. ഇപ്പോൾ യോഗീശ്വരൻ ഇവിടെ ഇറങ്ങി പറയും ഇവിടെ പ്രതിഷ്ഠിക്കാൻ അമ്മയുടെ ഭക്തർ പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് പറഞ്ഞതനുസരിച്ച് 41 ദിവസത്തെ വ്രതം പിടിച്ച് ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്ന 4 ഭക്തരാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിയത്. അത് 25 ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ റോഡിൽ നിന്ന് 25 ആളുകൾ നിലവിളിയോടുകൂടിയാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ കൊണ്ടുവന്നത്. ഇവിടുത്തെ ദേവി വെറും ഗ്രാമദേവതയല്ല, സകല ദേവീശക്തികളുടെയും മൂലരൂപമായ ആദിപരാശക്തി എന്ന സങ്കല്പത്തിലാണ് ആരാധന. ദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീഭാവങ്ങൾ ഒരുമിച്ച് ലയിച്ച ശക്തി രൂപമായാണ് അമ്മയെ ഭക്തർ കാണുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 18 വർഷം വരും. ഞാൻ ഒരു പാരമ്പര്യ സിദ്ധവൈദ്യനാണ്. എനിക്ക് പല അനുഭവങ്ങളും ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ 18 വർഷം കൊണ്ട് ഇത് സഹകരിച്ച് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിന്നു. നമുക്ക് വരാൻ തോന്നും. ഇപ്പോൾ വരണ്ട എന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് ക്ഷേത്രത്തിലൊന്ന് തൊഴണം എന്നൊരു തോന്നൽ വരും. അപ്പോഴും നമ്മൾ വരും. എൻ്റെ മകൻ ഇതുപോലൊരു കുഴപ്പം വന്ന് സ്കൂളിൽ വെച്ചൊരു അനുഗ്രഹം പോലെ വന്നു. തുള്ളലായിരുന്നു, നിൽക്കില്ല. ഒടുവിലിവിടെ കൊണ്ടുവന്ന് നോക്കി അതിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് ഒഴിവ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ അവന് പ്രശ്നമില്ല. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ചികിത്സാ സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന ചികിത്സകൾ നല്ലതാണ്, അതിന്നെ പോലെ ചെയ്താൽ കൊള്ളാം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അനുസരിക്കുകയും അതുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. ഞാനും പല ആളുകളോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ദേഹം മുഴുക്കൻ ചൊറിയായിരുന്നവർ, ഇങ്ങനെയുള്ള വിവാഹം നടക്കാത്ത കേസുകൾ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. വൈദ്യത്തിന് ചില ചികിത്സകൾ നമ്മൾ ചെയ്താൽ കുറയില്ല, രോഗിക്ക് അസുഖം കുറയില്ല. അപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് യോഗീശ്വരൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന രോഗിയെ ചികിത്സിച്ച് അത് കുറഞ്ഞില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോഴൊന്നുകിൽ അവർക്ക് ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ശത്രുദോഷങ്ങളോ ശുദ്രദോഷങ്ങളോ അപേക്ഷകളോ പോലെയുള്ള സാധനമായിരിക്കും. അപ്പോഴത് പുള്ളി പറഞ്ഞു തരും. പിന്നെ അത് മാറ്റിയതിന് ശേഷം മരുന്ന് കൊടുക്കുമ്പോൾ അത് ക്ലിയറാണ്. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ ദേവിയുടെ ഉഗ്രശാന്തഭാവങ്ങളെ ഒരുപോലെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ്.
ദോഷബാധ മാറാൻ ഗുരുതി, കുടുംബക്ഷേമത്തിനായി നെയ്വിളക്ക്, സന്താനലാഭത്തിനായി മഹാപടുക്ക, ആഗ്രഹ സാഫല്യത്തിനായി മഞ്ഞ നീരാട്ട്, ശത്രുദോഷമകറ്റാൻ പൊങ്കാല വിളയാടൽ, ദേവീപ്രീതിക്കായി പൂപ്പട, മാനസിക സമാധാനത്തിനും ദൈവസാന്നിധ്യബോധത്തിനുമായി പുഷ്പാഞ്ജലി, ദോഷശക്തികൾ അകറ്റാനും ഗ്രഹത്തിൽ ശാന്തി നിലനിർത്തുവാനും ദീപാരാധന തുടങ്ങിയവയാണ് മുളമുക്ക് കോഴിയോട് ശ്രീ ആദിപരാശക്തി അമ്മ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടൊരു 6-7 വർഷം കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ വന്ന് അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം ആണ് എനിക്ക് കുഞ്ഞൊക്കെ ആയത്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ തൊഴിലിനോടനുബന്ധിച്ചും ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വിളിച്ചാൽ വിളിയേക്കുന്ന അമ്മയാണ്. നമ്മൾ എന്ത് സങ്കടം വന്ന് പറഞ്ഞാലും അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു ശക്തിസ്വരൂപിണിയാണ് ഇവിടുത്തെ അമ്മ. അത് എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും ഇതിന് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകത. നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തും അമ്മ തരും. അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഒരുപാട് പേർ ഇവിടെ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ മെയിനായ ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ, തീരാത്ത അസുഖങ്ങൾ മെയിനായിട്ട് അതാണ് മെയിൻ. രണ്ടാമത് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് ഭസ്മമായിട്ട് സങ്കല്പിച്ച് പോവുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തീരാത്ത അസുഖം മെയിനായിട്ട്. 2 വിവാഹം നടക്കാത്ത ആൾക്കാർ ഒരുപാട് ഇവിടെ വരാറുണ്ട്. അവരും 1 വർഷത്തിനകം അതും വിവാഹം നടക്കാറുണ്ട്. ഇപ്പം തന്നെ നമ്മളെ അനുഭവം ഇവിടെ കഴിഞ്ഞ ഉത്സവത്തിനൂടെ വന്ന് ഭസ്മമിട്ട് പോയി. അവർ ആശുപത്രിയിൽ ഒരുപാട് കാശൊക്കെ ചിലവാക്കി ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. അമ്മയുടെ സഹായം ഉണ്ടായി. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ അവരവിടുത്തെ ഒരു കമ്മിറ്റി അംഗമായിട്ടും തുടരുകയാണ്. അങ്ങനെ കൂടുതൽ തീരാത്ത അസുഖങ്ങൾ, മാനസികമായുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഇതും നാട്ടുകാരിൽ നിന്നുള്ള ഇതിൽ അമ്മയുടെ സഹായത്തോടു കൂടി നടന്നു പോവുകയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ആയിരുന്നു. ഞാനിവിടെ വന്ന് കയറിയതിന് ശേഷം എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ശാന്തിയാണ് കിട്ടുന്നത്. അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ മാറിയതും രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചതും ജീവിതത്തിൽ സമൃദ്ധി വന്നതും കുട്ടികൾ ലഭിച്ചതും ബാധകൾ അകന്നതും പോലുള്ള അനുഭവങ്ങൾ ഭക്തർ പങ്കുവയ്ക്കുന്നു. എൻ്റെ മോക്കെ അസുഖമായിട്ട് നമ്മൾ ഒരുപാട് ആശുപത്രിയിലും ഒക്കെ നടന്ന് അസുഖം കുറവില്ലാതെ വന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വന്ന് ഒരാൾ നമ്മുടെ പറഞ്ഞ് അമ്മയുടെ നടയിൽ വരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്മയുടെ നടയിൽ വന്നതിൽ നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇന്നും അമ്മയുടെ നടയിൽ വരാൻ പറഞ്ഞ് അങ്ങനെ ഇന്നും നമ്മൾ അമ്മയുടെ നടയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നതിൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ട്. ഞാൻ ഈ കോഴിയുടെ അമ്പലത്തിൽ വന്നിട്ട് 10-30 വർഷമായി ഞാൻ വരാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഒരു മോള് മരിച്ചുപോയി. അപ്പോഴാണ് ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് വന്ന് എന്നെ ഈ അമ്പലത്തിലോട്ട് ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഈ അമ്പലത്തിലെ ഒരു നട തുറക്കുമ്പോഴൊക്കെ ഞാൻ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഒരു വീട് വയ്ക്കാൻ തുടങ്ങി. ഞാനൊരു നാടക ആർട്ടിസ്റ്റും ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കോവിഡ് വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ അമ്പലം കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ നടയിൽ വരാൻ പറ്റിയതും ഒക്കെ. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ മോള് നല്ല മാർക്കോടുകൂടി ജയിക്കുന്നതൊക്കെ ഇവിടുത്തെ അമ്പലത്തിലെ ഒരു അമ്മയുടെ ഒരു സഹായം കൊണ്ടാണ്. ഞങ്ങൾ എപ്പോൾ വിളിക്കുന്നതും അമ്മ വിളിപ്പുറത്തെത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. തോട്ടുമുക്ക് അടുത്ത് തന്നെയാണ് എൻ്റെ സ്ഥലം. നാട്ടിൽ തന്നെയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് UK യിലാണ്. അപ്പോൾ UK പോകാനും ഈ അമ്മയുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് സുഖമില്ലാത്തതാണ്. ഇപ്പോൾ വേറെ ഒരു അമ്പലത്തിലും പോയില്ല. ഈ അമ്മയുടെ നടയിൽ ഇന്ന് വരണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് വരാൻ പറ്റി. രാവിലെ പോറ്റി നൂല് ജപിച്ച് തന്നു. പിന്നെ വിളിച്ച് പറഞ്ഞു ഭസ്മം ഇടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. അപ്പോൾ ഈ അമ്പലമാണ് ഞങ്ങൾക്ക്, ഈ അമ്മയാണ്, കോഴിയോട് അമ്മയാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറയുന്നത്. നമ്മുടെ വർഷങ്ങൾ കൊണ്ട് ഈ അമ്പലത്തിൽ വരുന്നത്. എൻ്റെ മോളാണ് ഈ സ്റ്റേജിൽ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചത് പോലും എൻ്റെ മകളാണ്. സുബിത സുരേഷ് എന്നാണ് എൻ്റെ മോള്. ഇപ്പോൾ അവൾ UK യിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റേജ് ഉദ്ഘാടനം നടത്തിയതിന് എൻ്റെ മോളാണ്. അപ്പം അതിനുശേഷം ഇന്ന് വരെ സ്റ്റേജ് പ്രോഗ്രാമിന് ഒരു കുറവും വന്നിട്ടില്ല. എല്ലാ വർഷവും സ്റ്റേജ് പ്രോഗ്രാം നടത്തും. ഭക്തരുടെ വിശ്വാസത്തിൻ്റെ പ്രകാശമായി, മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമായി
ആത്മീയ ശക്തിയുടെ കേന്ദ്രമായി ദൂരദൂരങ്ങളിൽ നിന്നുള്ള ഭക്തർ അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നു. ആദിമൂലമായ ശക്തി, ഭക്തരുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്ന ദിവ്യ മാതാവ്. അവൾ ആദിപരാശക്തി അമ്മ. ആത്മീയ വിശ്വാസത്തിൻ്റെ പ്രകാശമായി ഭക്തരുടെ ഹൃദയങ്ങളിൽ എന്നും നിലകൊള്ളുന്ന ദിവ്യശക്തി. കാലത്തിൻ്റെ അതിരുകൾ കടന്നൊരു വിശ്വാസം. പ്രകൃതിയുടെ മടിയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ദിവ്യ സാന്നിധ്യം. മുളമുക്ക് കോഴിയോട് പ്രദേശത്തിൻ്റെ ആത്മീയ സ്പന്ദനമാണ് ശ്രീ ആദിപരാശക്തി അമ്മ ക്ഷേത്രം. കാവായി ആരംഭിച്ച ആരാധന ഭക്തിയുടെ ശക്തിയിൽ വളർന്ന് ഇന്ന് ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇവിടെ അമ്മ വെറുമൊരു ഗ്രാമദേവതയല്ല, സകല ദേവീ ശക്തികളുടെയും ആദിമൂലമായ ആദിപരാശക്തി.